ആരാണ്? സിദ്ധി ചോദിച്ചോടാ. അത് ചെയ്യിപ്പിക്കും കേട്ടോ. ഇൻ ടെക്സ്റ്റ് അല്ല, നിങ്ങൾ അതിൻ്റെ അപ്ലൈഡ്, അതാണ് സാർ പറഞ്ഞത്. അത് റെഗുലർ ക്ലാസ് നമുക്ക് ചെയ്യാം കേട്ടോ, ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യാം. ക്രാഷിൽ നമ്മൾ NCERT ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്നതാണ്. അതിലെന്തെങ്കിലും ഡൗട്ട്സുകളൊക്കെ വരികയാണ് സാറോട് ചോദിച്ചോളൂ കേട്ടോ. അതെന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ ഐഡന്റിറ്റീസ് ആണ്, ആൽഫ സ്ക്വയർ പ്ലസ് ബീറ്റ സ്ക്വയർ പ്ലസ് 2 ആൽഫ ബീറ്റ. അപ്പോൾ ആൽഫ ബീറ്റ എന്ന് പറയുന്നത് നമുക്കറിയാലോ, C/A. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ആൽഫ സ്ക്വയർ പ്ലസ് ബീറ്റ സ്ക്വയറിന് നമുക്ക് ആൽഫ പ്ലസ് ബീറ്റ ഹോൾ സ്ക്വയർ മൈനസ് 2 ആൽഫ ബീറ്റ എന്നൊക്കെ എഴുതാം അല്ലെ? ഇങ്ങനെയൊക്കെയല്ലേ ഉദ്ദേശിച്ചത്? അപ്പോൾ ഈ ഐഡന്റിറ്റീസിൽ ഇവിടെ മൈനസ് ബി ഇതൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ അതിൽ ഡൗട്ട്സ് വരാണെങ്കിൽ ചോദിച്ചോളൂ, ഷാഡ് ടീച്ചർ അയച്ച് ചോദിക്കുക കേട്ടോ. ഇതൊക്കെ അപ്ലിക്കേഷണൽ ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, യെസ്. ഓക്കെ, നവ്യ ചോദ ചോദിക്കടാ. നവ്യ ചോദയെ ചോദിക്ക് വേഗം അൺമ്യൂട്ട് ചെയ്യ്. ഓക്കെ പറയടാ, ചോദിച്ചു. മനസ്സിലായില്ലല്ലോ സാറിന്. പ്രൊഡക്റ്റ് ഓഫ് സീറോസും കോഎഫിഷ്യന്റ് പറയ് വേഗാവട്ടെ. 7y square minus 11/3y. 11/3y -2/3 is equal to 0. മോൻ എന്ത് ചെയ്യണം? ഇതിന്റെ സീറോസ് കണ്ടുപിടിച്ചിട്ട് അവരെ റിലേഷൻഷിപ്പ് വെരിഫൈ ചെയ്യാം അല്ലേ? ഇതല്ലേ ക്വസ്റ്റ്യൻ? ഓക്കെ, അപ്പൊ നമ്മൾ എങ്ങനെയാ സീറോസ് കണ്ടുപിടിക്കാൻ? ഇക്വേറ്റിംഗ് ടു 0 അല്ലെ? ശരിയാണോ സാർ പറയുന്നത്? ഇക്വേറ്റിംഗ് ടു 0. അപ്പൊ ആദ്യം 0നോട് ഇക്വേറ്റ് ചെയ്യുക. എന്നിട്ട് ഇവിടെ നമ്മൾ എന്ത് ചെയ്യുക? ഇവിടെ 0 ഉള്ളതുകൊണ്ട് നമുക്ക് എന്താണ്, ഇവിടെ 3 ഡിനോമിനേറ്റർ വന്നു കഴിഞ്ഞാൽ നമ്മൾ കളയണം. കാരണം ഫ്രാക്ഷൻ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യുക? എലിമിനേറ്റ് ചെയ്യുക. അപ്പൊ അതിനുവേണ്ടി 3 കളയാൻ വേണ്ടി രണ്ടുപേരിലും 3 ആണ് ഡിനോമിനേറ്റർ അല്ലേ? സോ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ പോരെ? ത്രൂ ഔട്ട് നമ്മൾ എന്ത് ചെയ്യും? 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. അപ്പൊ മറ്റേ K8 പോലെയല്ല, ഇപ്പുറത്ത് 0 ഉണ്ട്. അപ്പൊ ഇവിടെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. നോക്കിക്കോട്ടാ, ഇതിനെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് വരും? 21y² എന്ന് വരും. 7നെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ആണ് സാറ് കേട്ടോ. ഇനി 11/3നെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ വെറുതെ 11 എന്ന് മാത്രമാവും. കാരണം എന്താ? 11/3നെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക? 3 3 ക്യാൻസൽ ആവും. ഓക്കെ, 7നെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക? 21 വരും. എല്ലാ ടേമിനെയും എന്ത് ചെയ്യാം മോൻ? 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഇനി അടുത്തത് 2/3നെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എന്താ വരിക? 3 3 ക്യാൻസൽ ആയി പോകും അല്ലേ? അതിന് വേണ്ടിയാണ് 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ ഇവിടെ -2 മാത്രമാവും, ഈസ് ഈക്വൽ ടു 0. ഇതാണ് നമ്മുടെ എന്ത് ഇപ്പോൾ ക്വാഡ്രാറ്റിക് പോളിനോമിയൽ. ഇനി നമുക്കറിയാലോ പ്രൊഡക്റ്റ് എടുക്കാനൊക്കെ. പ്രൊഡക്റ്റ് എങ്ങനെ എടുക്കുക? 21 × -2 -42 സം എന്താ എടുക്കുക? -11. മനസ്സിലായ? ഇനി ആലോചിക്കുക, 42 കിട്ടുന്ന പ്രൊഡക്റ്റും -11 വരുന്നത്. ഓക്കെ, അതാണോ ഡൗട്ട്? ക്ലിയർ ആയി? ഇപ്പോൾ ക്ലിയർ ആയ? ആ ഫ്രാക്ഷൻ പോകുന്ന അതല്ല ഉദ്ദേശിച്ചത്. ഫ്രാക്ഷൻ വന്നപ്പോഴല്ലേ ഡൗട്ട് വന്നത്? ഫ്രാക്ഷൻ കളയാൻ നമ്മൾ ത്രൂ ഔട്ട് നമ്മൾ ക്വാഡ്രാറ്റിക് പോളിനോമിയൽ ചെയ്യുന്ന പോലെ കണ്ടുപിടിക്കുമ്പോൾ ചെയ്യുന്ന പോലെ അവിടെ K ഉണ്ട്, ഈക്വൽ ടു 0 ഇല്ല. കാരണം ജസ്റ്റ് ഒരു ക്വാഡ്രാറ്റിക് പോളിനോമിയൽ ചെയ്തപ്പോൾ 0 ഇടില്ല. ഇവിടെ എന്താ? 0 കണ്ടുപിടിക്കാൻ ഇക്വേറ്റിംഗ് ടു 0 അല്ലേ? അപ്പോൾ ആ 3 നമ്മൾ ത്രൂ ഔട്ട് മൾട്ടിപ്ലൈ ചെയ്ത് കളഞ്ഞാൽ മതി കേട്ടോ. ഓക്കേടാ. അക്സ ഇല്ല, നാളെ രാവിലെ നിങ്ങൾക്ക് മാത്സ് ആയിരിക്കും. അത് ആ മാത്സ് ഉള്ള ദിവസമായിരിക്കും നിങ്ങൾക്ക് എന്ത് വരുന്നത്? ഈ 6 to 9 വരെ വരുന്നത് കേട്ടോ. 6 to 9:30 വരെ ഉണ്ടാവും. ആക്ച്വലി 9 o'clock കഴിഞ്ഞാൽ എക്സാം ആയിരിക്കും. ഇനി നെക്സ്റ്റ് ഡേ ബിഫോർ അത് ഉണ്ടാവും. ഐ മീൻ നെക്സ്റ്റ് ഡേ ഓൺവേർഡ്സ് ഉണ്ടാവും. അപ്പം മോർണിംഗിൽ ഉണ്ടാവില്ല മാത്സ് ഉള്ള ദിവസം. ഓക്കേടാ. നെക്സ്റ്റ്. ഓക്കെ, റൂബൻ ഡൗട്ട് ആണോടാ? ഇന്ന് വീഡിയോ ഓൺ ചെയ്തേ. നാളത്തെ എക്സാം മാർക്ക് 10 മാർക്സിന്റെ എക്സാം ആയിരിക്കും കേട്ടോ. നോർമൽ എക്സാം ആയിരിക്കും. ഓക്കെ. വേറെ ആയിരിക്കും? ഇല്ല.